ശ്രീ മഹാദേവ്യേ നമഃ. നമസ്തേ. നവരാത്രി ആഘോഷം 4-ാം ദിനം. നവദുർഗാഭാവങ്ങളിൽ 4-ാമത്തെ ഭാവമായ കൂശ്മാണ്ഡാദേവിയെയാണ് ആരാധിക്കുന്നത്. സൃഷ്ടിയുടെ ഊർജം അണ്ഡത്തിൽ സൂക്ഷിച്ചവൾ എന്നാണ് ഈ അവതാരനാമത്തിൻ്റെ അർത്ഥം. പ്രപഞ്ച സൃഷ്ടിക്കു കാരണഭൂതയായതിനാൽ ആദിശക്തി എന്നും വിശേഷണങ്ങളുണ്ട്. 8 കൈകളുള്ളതിനാൽ അഷ്ടഭുജദേവി എന്നും അറിയപ്പെടുന്നു. പാർവതീദേവി മഹേശ്വരനുമായുള്ള വിവാഹശേഷം ശിവശക്തി ഭാവത്തിലായതുകൊണ്ട് ആ ഉമാദേവിയെയാണ് കൂശ്മാണ്ഡയായി അറിയപ്പെടുന്നത്. പ്രപഞ്ച സൃഷ്ടാവും സൂര്യഭഗവാന്റെ ദേവതയുമാണ് കൂശ്മാണ്ഡാദേവി. ജാതകത്തിൽ സൂര്യൻ്റെ അനിഷ്ടസ്ഥിതി മൂലം ദോഷം അനുഭവിക്കുന്നവരും ആദിത്യദോഷമുള്ളവരും ദേവിയെ കൂശ്മാണ്ഡഭാവത്തിൽ പ്രാർത്ഥിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമാണ്. സൂര്യനെ നിയന്ത്രിക്കുന്ന ദേവതയായതിനാൽ തന്നെ ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള പൂജയാണ് പ്രിയം. ദേവിയെ കൂശ്മാണ്ഡഭാവത്തിൽ ശരണം പ്രാപിച്ചാൽ എല്ലാവിധ രോഗപീഠകളിൽ നിന്നും മുക്തിയും സമൂഹത്തിൽ സ്ഥാനവും കീർത്തിയും ലഭ്യമാകും. നവരാത്രി കാലത്തെ 4-ാം ദിനം ദേവിയെ കൂശ്മാണ്ഡഭാവത്തിൽ പ്രാർത്ഥിക്കാനുള്ള ധ്യാനമന്ത്രം: സുരാസമ്പൂർണകലശം രുതിരാപ്ലുതമേവ ച ദധാനഹസ്തപത്മാഭ്യാം കൂശ്മാണ്ഡാശുഭദാസ്തു മേ. എല്ലാവർക്കും കൂശ്മാണ്ഡാദേവിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ. പ്രാർത്ഥനയോടെ ഓം ശ്രീ മഹാദേവ്യേ നമഃ.